Greetings from Kindergarten at Bethesda in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, ദൈവീക ഭരണം നടപ്പാകുവാൻ, ദൈവത്തിൻ്റെ വാഴ്ച നിലനിൽക്കുവാൻ ഈ ഭൂമിയിൽ സാഹസികരായി ജീവിച്ച നിലകൊണ്ട ചിലരെക്കുറിച്ചാണ് ഈ ഞായറാഴ്ച നാം പഠിക്കുവാൻ പോകുന്നത്. എസ്തേർ രാജ്ഞിയെക്കുറിച്ച് നാം പഠിക്കും. അതുപോലെ സെയിൻറ്റ് പോൾ, തിമോത്തി, എപ്പഫ്രോദിത്തോസ് ഇവരെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായി 12-ാം സങ്കീർത്തനം നമുക്ക് നോക്കാം. സാം 12. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. ഇങ്ങനെയുള്ളവർ ഈ ഭൂമിയിലെ ഓരോ രാജ്യങ്ങളിലും ഉള്ളപ്പോൾ സാമാന്യ ജനത്തിന് എങ്ങനെയാണ് സ്വസ്ഥതയോടെ അവിടെ ജീവിക്കുവാൻ കഴിയുക? കള്ളന്മാരും ദുഷ്ടന്മാരും വ്യഭിചാരികളും കൊലപാതകന്മാരും ദൈവഭയമില്ലാത്തവരും ഓരോ ദേശത്തുമുള്ളപ്പോൾ ദൈവഭയമുള്ളവർക്ക് സ്വസ്ഥതയോടെ ജീവിക്കുവാൻ കഴിയുകയില്ല. അവർ ദൈവത്തോട് നിലവിളിക്കും, യഹോവയെ രക്ഷിക്കണമേ. അതാണ് നാം ഇവിടെ കണ്ടത്. സങ്കീർത്തനക്കാരനായ ദാവീദ് നിലവിളിക്കുകയാണ്, യഹോവയെ രക്ഷിക്കണമേ. ഹെൽപ്പ് ലോർഡ്, ഫോർ ദ ഗോഡ്ലി ആർ നോ മോർ. The faithful have vanished from among men. Everyone lies to his neighbor. Their flattering lips speak with deception. തുടർന്ന് ദാവീദ് പാടുന്നു, കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ദൈവത്തിന് ഇത് കണ്ട് മൗനമായിരിക്കുവാൻ സാധ്യമല്ല. ദൈവം പ്രവർത്തിക്കും. കാരണം ഇവർ പറയുന്നത്, ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനൻ ആർ. ഇതാണ് അവർ പറയുന്നത്. May the Lord cut off all flattering lips and every boastful tongue that says, we will triumph with our tongues. We own our lips. Who is our master? അതാണ് അവരുടെ ചോദ്യം. The wicked freely strut about when what is vile is honored among men. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. ഈ ദുഷ്ടന്മാർ നിമിത്തം സാമാന്യ ജനത്തിന് ദേശത്ത് സ്വൈരമായി ജീവിക്കുവാൻ സാധ്യമല്ലാതെ വരുന്നു. ഇവിടെ ദൈവം പറയുന്നു, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും. ദൈവത്തിന് അടങ്ങിയിരിക്കുവാൻ സാധ്യമല്ല. Because of the oppression of the weak and the groaning of the needy, I will now arise, says the Lord. I will protect them from those who malign them. ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ ശക്തിയുള്ളതാണ്, സത്യമാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. And the words of the Lord are flawless, like silver refined in a furnace of clay, purified 7 times. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും. ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. O Lord, you will keep us safe and protect us from such people forever. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ്
എസ്തർ രാജ്ഞി തൻ്റെ സ്വന്തം ജനതയായ യഹൂദജാതിയെ മരണത്തിൽ നിന്ന് അതിസാഹസികമായി രക്ഷിച്ചത് എന്ന്. എസ്തർ ഒരു യഹൂദ പെൺകുട്ടിയായിരുന്നു. പുരാതന മിദോ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്ന അഹശ്വേരോഷ് ഒന്നാമൻ്റെ പത്നി സ്ഥാനത്തേക്ക്, രാജ്ഞി സ്ഥാനത്തേക്ക് ഈ യഹൂദ പെൺകുട്ടിയായ എസ്തർ കടന്നു വരുവാനിടയായി തീർന്നു. അഹശ്വേരോഷ് ഒന്നാമൻ്റെ സാമ്രാജ്യം എന്നത് ഇന്ത്യ മുതൽ എത്യോപ്യ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങൾ വരെ വ്യാപിച്ചു കിടന്ന 127 പ്രൊവിൻസസ് ഉള്ള ഒരു മഹാസാമ്രാജ്യമായിരുന്നു. ആ സാമ്രാജ്യത്തിൽ അവിടെവിടെയായി ചിതറിപ്പാർത്തിരുന്ന യഹൂദന്മാർക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥ ഇന്നും യഹൂദന്മാർക്ക് നേരിടേണ്ടി വരുന്ന ദുരവസ്ഥ പോലെയാണ്. യഹൂദ വിരോധം, ആൻറ്റിസെമിറ്റിസം അന്നും ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് മുമ്പ് 2500 ആണ്ടുകളിൽ എന്തിനാണ് ഈ യഹൂദന്മാരെ ലോകം പകയ്ക്കുന്നത്? അവർ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞവരാണ്, സത്യദൈവത്തെ ആരാധിക്കുന്നവരാണ്. ദൈവം അവരെ തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് അവർ ലോകത്തിന് ഒരു മാതൃകയായിരിക്കുവാനാണ്. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് എങ്ങനെയാണ് ദൈവം അനുഗ്രഹങ്ങളും സമൃദ്ധിയും എല്ലാം നൽകുന്നത്? എങ്ങനെയാണ് അവർ അനുഗ്രഹിക്കപ്പെടുന്നത്? ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ആയിരിക്കുന്നത്? ദൈവം എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്ന് ലോകം കാണണം. അതിന് ലോകത്തിന് മുമ്പിൽ ഒരു മാതൃകയായി, തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി, രാജകീയ പുരോഹിത വർഗമായി അവരെ ആക്കിയിരിക്കുകയാണ് അന്നും ഇന്നും. അതുകൊണ്ട് സത്യദൈവത്തെ അറിയാത്തവർക്ക്, പിശാചിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഇവരോട് അസൂയയും വിരോധവുമാണ്. എങ്ങനെയെങ്കിലും അവരെ ഭൂമിയുടെ മുഖത്ത് നിന്ന് കൊന്നു മുടിക്കുക, അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം. ആൻറ്റിസെമിറ്റിസം, യഹൂദ വിരോധം, ഇത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. ഇത് നാം മനസ്സിലാക്കണം. അന്നും യഹൂദന്മാരെ പിടിച്ച് ബന്ദികളാക്കി കൊണ്ടുപോകുമായിരുന്നു. കാരണം ഇവർക്ക് ബുദ്ധിയും ജ്ഞാനവും എല്ലാമുണ്ട്. അവരുടെ രാജധാനിയിലും എല്ലാം ഇവരെ ജോലിക്കായി നിയമിക്കുമായിരുന്നു. അങ്ങനെ ഈ സാമ്രാജ്യത്തിലും ഈ ശൂഷൻ രാജധാനിയിൽ അഥവാ സൂസ എന്നുള്ള ഒരു സ്ഥലമായിരുന്നു ഈ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ. മലയാളത്തിൽ ശൂഷൻ രാജധാനി എന്ന് നാം വായിക്കും. ഇന്നത് ടൈഗ്രീസ് നദിക്ക് 150 മൈൽ കിഴക്കുള്ള കുഷസ്ഥാൻ എന്ന പ്രൊവിൻസിലുള്ള ഒരു സ്ഥലമാണ്. എത്ര സത്യമാണ് വിശുദ്ധ ബൈബിളിലെ ഓരോ സംഭവങ്ങളുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ യഹൂദന്മാരോടുള്ള വിരോധം അത് ആ രാജ്യത്ത് മൂർച്ഛിച്ചു വരുവാൻ കാരണം ശൂഷൻ രാജധാനിയിൽ മോർദെഖായി എന്ന ഒരു യഹൂദന് അവിടെ വാതിൽക്കാവൽക്കാരനായി ഉണ്ടായിരുന്നു.
സെൻട്രിയായി ഉണ്ടായിരുന്നു. ആ രാജധാനിയിലെ മഹാനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അമാലേക്കനായിരുന്ന ഹാമാൻ. അവൻ്റെ വംശം തന്നെ അമാലേക്കരാണ്. ദൈവജനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരാണ്. സാത്താനാൽ പ്രേരിതരായി സത്യദൈവത്തെ അറിയാതെ ജീവിക്കുന്ന ഒരു ജാതിയായിരുന്നു അമാലേക്കർ. ആഗാഗ്യനായ ഹാമാൻ. ഈ ഹാമാൻ വലിയ പദവിയിൽ ആയിരുന്നപ്പോൾ എല്ലാവരും ഈ ഹാമാനെ കുമ്പിടുമായിരുന്നു, ബഹുമാനിക്കുമായിരുന്നു, ആദരിക്കുമായിരുന്നു. എന്നാൽ മൊർദെഖായി എന്ന ആ യഹൂദൻ ഈ ഹാമാനെ വണങ്ങിയിരുന്നില്ല, കുമ്പിട്ടിരുന്നില്ല. ഇത് ഹാമാന് കോപമുണ്ടാക്കി. രാജാവിനോട് പറഞ്ഞിട്ട് ഈ മൊർദെഖായിയെയും അവൻ്റെ വംശത്തെയും മുടിച്ചു കളയുവാൻ തക്കവണ്ണം രാജാവിനെ കൊണ്ട് കൽപ്പന എഴുതിപ്പിച്ചു. ഈ സംസ്ഥാനങ്ങളിലെല്ലാം അവരവരുടെ ഭാഷകളിൽ അഞ്ചൽക്കാർ വഴി കൊടുത്തയച്ചു, പ്രസിദ്ധം ചെയ്തു. ഇതറിഞ്ഞ മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞു, നമ്മുടെ ജാതിയെ ഈ ഹാമാൻ നശിപ്പിക്കുവാൻ പോകുന്നു, കൊന്നുമുടിക്കുവാൻ പോകുന്നു. നീ എന്തെങ്കിലും ചെയ്യണം. അക്കാലത്ത് രാജ്ഞി പോലും ക്ഷണിക്കപ്പെടാതെ രാജാവിൻ്റെ അന്തഃപുരത്ത് കടന്നു ചെല്ലുകയില്ല. രാജാവിൻ്റെ പെർമിഷൻ വേണം, ഒന്നുകിൽ രാജാവ് ക്ഷണിക്കണം. അല്ലാതെ കടന്നു ചെന്നാൽ അവരുടെ നാശമായിരിക്കും ഫലം. അതുകൊണ്ട് മൊർദെഖായി ഈ എസ്തേറിനോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും രാജാവിനെ വിവരം ധരിപ്പിക്കണം, നീ രാജാവിൻ്റെ പത്നിയാണല്ലോ. അപ്പോൾ എസ്തേർ പറഞ്ഞു, 30 ദിവസമായി ഞാൻ രാജാവിനെ കണ്ടിട്ട് എനിക്കവിടെ പ്രവേശനമില്ല, രാജാവിനെ വിളിച്ചിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും? എസ്തേർ രാജ്ഞി മൊർദെഖായിയോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എല്ലാവരോടും, എല്ലാ യഹൂദന്മാരോടും, എല്ലാ സംസ്ഥാനങ്ങളിലുള്ള യഹൂദന്മാരോടും പറയുക, 3 ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും ഇതുപോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. എനിക്ക് രാജാവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ ആപത്തൊന്നും വരരുത്. രാജാവ് എന്നെ വിളിച്ചിട്ടില്ല, വിളിക്കാതെ കടന്നു ചെല്ലുവാൻ പോവുകയാണ്, റിസ്ക് എടുക്കുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ദൈവികമായ ഭരണം ലോകത്തിൽ നടപ്പാക്കപ്പെടുവാൻ, അല്ലെങ്കിൽ നന്മ നടപ്പാക്കപ്പെടുവാൻ, നന്മയ്ക്ക് വേണ്ടി റിസ്ക് എടുക്കുവാൻ തയ്യാറായ ഒരു രാജ്ഞിയാണ് നാം ഇവിടെ കാണുന്നത്. 3 ദിവസം കഴിഞ്ഞ് ഈ എസ്തേർ രാജ്ഞി രാജാവിൻ്റെ അന്തഃപുരത്തിലേക്ക് ചെല്ലുകയാണ്. രാജാവ് കണ്ടു എസ്തേർ അവിടെ നിൽക്കുന്നത്. എസ്തേറിൻ്റെ നേരെ പൊൻചെങ്കോൽ നീട്ടി. അത് അവിടുത്തെ പ്രോട്ടോക്കോളായിരുന്നു. അങ്ങനെ പൊൻചെങ്കോൽ നീട്ടിയപ്പോൾ എസ്തേർ രാജ്ഞി വന്ന് അതിൻ്റെ അറ്റത്ത് തൊട്ടു. എസ്തേറെ, നിൻ്റെ ആവശ്യമെന്ത് എന്ന് ചോദിച്ചു. എസ്തേർ കാര്യം പറഞ്ഞു. നാം ഈ വിശുദ്ധ ബൈബിളിൽ എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അനേക സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പല ദിവസങ്ങളിൽ രാജാവിന് വിരുന്ന് കൊടുത്തു, ഹാമാനെയും ക്ഷണിച്ചു. ഒടുവിൽ എസ്തേർ രാജ്ഞി രാജാവിനോട് കാര്യം പറഞ്ഞു. ഈ ഹാമാൻ തൻ്റെ വംശത്തെ കൊന്നുമുടിക്കുവാൻ ഭാവിക്കുന്നു. എല്ലായിടത്തും പ്രസിദ്ധം ചെയ്തിരിക്കുകയാണ്,
അതുകൊണ്ട് ആ രാജകൽപ്പന മാറ്റണം. തന്നെയുമല്ല, മൊർദെഖായിയെ കഴുമരത്തിൽ ഏറ്റി തൂക്കിക്കൊല്ലുവാൻ തക്കവണ്ണം വലിയൊരു കഴുമരം ഈ ഹാമാൻ തീർത്തിരിക്കുന്നു. ഇതെല്ലാം എസ്തർ രാജ്ഞി രാജാവിനോട് പറഞ്ഞു. രാജാവ് ഈ കൽപ്പനയെല്ലാം തിരിച്ചെഴുതുവാൻ തക്കവണ്ണം ഇടയായി. ഈ ഹാമാനെ അതിനു മുമ്പ് താനുണ്ടാക്കിയ കഴുമരത്തിൽ തൂക്കിക്കൊന്നു. ഹാമാൻ്റെ മോതിരം, രാജാവ് കൊടുത്ത മോതിരം എടുത്ത് മൊർദെഖായിക്ക് കൊടുത്തു. മൊർദെഖായിക്ക് രാജസന്നിധിയിൽ, ശൂഷൻ രാജധാനിയിൽ വലിയ ഉയർന്ന സ്ഥാനം കൊടുത്തു. എന്താണ് ഈ രാജാവിനോട് ഹാമാൻ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നു, എസ്തർ 3-ാം അധ്യായം 8-ാം വാക്യം. ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് പറഞ്ഞത്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം എഴുതി അയക്കണം. എന്നാൽ ഞാൻ കാര്യവിചാരകന്മാരുടെ കയ്യിൽ 10,000 താലന്ത് വെള്ളി രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തയക്കാം. ഇതാണ് ആ ഹാമാൻ പറഞ്ഞിരുന്നത്. ഈ ഹാമാൻ പറഞ്ഞത് കേട്ട് രാജാവ് ചെയ്തിരുന്നു. രാജാവ് വലിയ കൽപ്പന എഴുതി തൻ്റെ മുദ്രമോതിരം കൊണ്ട് മുദ്രയിട്ട് ആ സംസ്ഥാനങ്ങളിലെല്ലാം കൊടുത്തയച്ചിരുന്നു. പക്ഷേ എസ്തർ രാജ്ഞി സാഹസികമായി രാജസന്നിധിയിൽ കടന്നു ചെന്ന് ഇക്കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. രാജാവ് ഒടുവിൽ ആ കൽപ്പനയെല്ലാം തിരുത്തുകയാണ് ഉണ്ടായത്. നാം വായിക്കുന്നത്, അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിൻ്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുമുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തുകൊണ്ടുള്ള ഒരു കൽപ്പന രാജാവ് എഴുതുകയാണ് ഉണ്ടായത്. ആ കൽപ്പനയിൽ രാജാവ് തൻ്റെ മുദ്രമോതിരം കൊണ്ട് മുദ്രയിട്ടു, എല്ലായിടത്തും കൊടുത്തുവിട്ടു. അങ്ങനെ എസ്തർ എന്ന ആ യഹൂദ പെൺകുട്ടിയുടെ, ആ എസ്തർ രാജ്ഞിയുടെ സാഹസികമായ ആ പ്രവർത്തനം മൂലം ദേശത്തുള്ള യഹൂദന്മാർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ കാലാകാലങ്ങളിൽ ഓരോരുത്തരെ നിയമിക്കും. കാരണം ദൈവം തിരഞ്ഞെടുത്ത ജാതിയാണ്, വിശുദ്ധ ജനമാണ്. ഈ ജനത ഒരു തരത്തിലും കഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്തുദ്ദേശത്തോടെയാണോ അവരെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്, ആ ഉദ്ദേശം താൻ നിറവേറ്റും. ഈ ഞായറാഴ്ചത്തെ നമ്മുടെ തീം ദൈവരാജ്യത്തിന് വേണ്ടി സാഹസികരായി പ്രവർത്തിക്കുന്നവരുടെ കാര്യമാണ്. എസ്തർ രാജ്ഞി എന്താണ് ചെയ്തത് എന്ന് നാം ഇവിടെ കണ്ടു കഴിഞ്ഞു. എസ്തേറിൻ്റെ പുസ്തകം
8-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമുക്ക് പഠിക്കുവാനുണ്ടായിരുന്നത്. ആ ചാപ്റ്റർ മുഴുവൻ അത് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. തുടർന്ന് നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗം നോക്കാം. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ യേശു ക്രിസ്തു നമ്മോട് സംസാരിക്കുകയാണ്. ദൈവരാജ്യത്തിനു വേണ്ടി അഥവാ ദൈവത്തിൻ്റെ വാഴ്ച ഈ ഭൂമിയിൽ നടപ്പാകുവാൻ, നിലനിൽക്കുവാൻ നാം എങ്ങനെയുള്ളവരായിരിക്കണം? സാധാരണ ഒരു ജീവിതം, ഒരു നോർമൽ ലൈഫ് നയിക്കുന്നവരായിരിക്കരുത്. നാം ജീവിതത്തിൽ സാഹസികരായിരിക്കണം. എന്ത് സാഹസമാണ് അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് എന്നാണ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത്. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ, ആ ദൈവത്തെക്കാൾ കൂടുതൽ നമ്മുടെ മകനെയോ മകളെയോ അമ്മയെയോ അപ്പനെയോ സമ്പത്തിനെയോ വീടിനെയോ നമുക്കുള്ളതിനെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നാണ് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവമാണ് ഇതെല്ലാം നമുക്ക് നൽകിയത്. ദൈവമാണ് ദാതാവ്. നാം ഇതെല്ലാം പ്രാപിച്ചത് ദൈവത്തിൽ നിന്നാണ്. ആ ദൈവത്തിനാണ് കൂടുതൽ കൂടുതൽ സ്നേഹവും ബഹുമാനവും നാം കൊടുക്കേണ്ടത്. ദൈവത്തെക്കാൾ കൂടുതൽ, ദാതാവിനേക്കാൾ കൂടുതൽ ദാനത്തെ സ്നേഹിക്കുവാൻ പാടില്ല. തുടർന്ന് പറയുന്നത്, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. എന്താണ് ഈ കുരിശ്? കുരിശ് എന്നത് വേദനയാണ്. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് നാം ജീവിക്കുവാൻ പാടുള്ളതല്ല. ലോകത്തിൻ്റെ അനേകവിധമായ ആകർഷണങ്ങളുണ്ട്. മദ്യപാനത്തിലേക്ക്, വെറിക്കൂത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, കൈക്കൂലിയിലേക്ക്, നുണ പറയുന്നതിലേക്ക്, വ്യാജം പറയുന്നതിലേക്ക്, കള്ളസാക്ഷി പറയുന്നതിലേക്ക്, അപരനെ നിന്ദിക്കുന്നതിലേക്ക്, ഉപദ്രവിക്കുന്നതിലേക്ക് എല്ലാം പോകുവാൻ ഒരു ആകർഷണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകാറുണ്ട്. അവയിൽ നിന്നെല്ലാം മാറി നിൽക്കുക എന്നത് വേദനാജനകമാണ്. ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങൾ, ആകർഷണങ്ങൾ, അതിൽ പോയി നിപതിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. യേശുക്രിസ്തു തന്നെ പറയുന്നു, നാശത്തിലേക്ക് പോകുന്ന പാത അത് വിശാലമാണ്, രാജവീഥിയാണ്, ഹൈവേ ആണ്. അതിൻ്റെ ചുറ്റും കാണുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ണിന് ഇമ്പമുള്ളത്, കാതുകൾക്ക് ഇമ്പമുള്ളത്, ഇതെല്ലാം നമ്മെ ആകർഷിക്കും. പക്ഷേ എത്തിച്ചേരുന്നത് നാശത്തിലേക്കാണ്, നരകത്തിലേക്കാണ്. എന്നാൽ ജീവനിലേക്കുള്ള പാത അത് ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്. എന്താണ് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി? അത് കുരിശിൻ്റെ വഴിയാണ്.
ഭോഷ്ക് പറയുന്ന ഒരു സമൂഹത്തിൽ ഞാൻ സത്യം മാത്രമേ സംസാരിക്കൂ, ഞാൻ കള്ളസാക്ഷി പറയില്ല എന്ന് ഒരുവൻ നിരൂപിക്കുന്നുവെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് അവന് കഷ്ടതയും നിന്ദയും പരിഹാസവും നേരിടേണ്ടതായി വരും. അപരൻ ഇങ്ങനെയുള്ളവനെ കൈക്കൊള്ളില്ല, മാറ്റി നിർത്തും. അത് വേദനാജനകമാണ്. ആ വേദന നാം സഹിക്കണം. എല്ലാ മേഖലയിലും ദുഷ്ടപ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുവാൻ വേദന സഹിച്ചാലേ പറ്റുള്ളൂ. അതിന് സാഹസികത ആവശ്യമാണ്. സാഹസികമായി അത് നാം ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ നമുക്ക് നിത്യജീവൻ അനുഭവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പുറകെ ഓടി നാം നേടുന്ന ആ ജീവൻ അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതേസമയം ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അനുരൂപരാകാതെ നാം ജീവിക്കുമ്പോൾ, അങ്ങനെ നമ്മെ തന്നെ നാം വ്യയം ചെയ്യുമ്പോൾ, എക്സ്പെൻഡ് ചെയ്യുമ്പോൾ, നമ്മുടെ ജീവനെ നാം കളയുമ്പോൾ നാം ദൈവരാജ്യത്തിൽ അത് നേടുകയാണ് ചെയ്യുന്നത്. ലൂസിങ് ദിസ് വേൾഡ്ലി ലൈഫ് ടു ഗെയിൻ ഇറ്റേണൽ ലൈഫ്. തുടർന്ന് നാം വായിക്കുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും. ലോകത്തിൻ്റെ മോഹങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ലോകം നമ്മളെ സ്നേഹിക്കുകയും അവരുടെ കൂടെ കൂട്ടുകയും ചെയ്യുകയുള്ളൂ. അല്ല, അവരുടെ പ്രവൃത്തികൾക്ക് നാം കൂട്ടാളികളാകാതിരുന്നാൽ നമ്മെ അവർ ഒറ്റപ്പെടുത്തും. അങ്ങനെ ഒറ്റപ്പെടുത്തപ്പെട്ടവരായി നാം ജീവിക്കുമ്പോൾ നമ്മെ ആരെങ്കിലും കൈക്കൊള്ളുന്നു എങ്കിൽ അവർ കൈക്കൊള്ളുന്നത് യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തെയാണ്. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. Anyone who loves his father or mother more than me is not worthy of me. Anyone who loves his son or daughter more than me is not worthy of me. And anyone who does not take his cross and follow me is not worthy of me. Whoever finds his life will lose it, and whoever loses his life for my sake will find it. He who receives you receives me, and he who receives me receives the one who sent me. Anyone who receives a prophet because he is a prophet will receive a prophet's reward, and anyone who receives a righteous man because he is a righteous man will receive a righteous man's reward. And if anyone gives a cup of cold water to one of these little ones because he is my disciple, I will tell you the truth, he will certainly not lose his reward. ഇനി നമുക്ക് അപ്പോസ്തലനായ പൗലോസ്, തിമോത്തിയോസ്, എപ്പഫ്രോദിത്തോസ് ഇവർ എങ്ങനെയാണ് ദൈവരാജ്യത്തിനു വേണ്ടി സാഹസികരായി നിലകൊണ്ടത് എന്ന് നോക്കാം. പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കയിൽ യെരുശലേമിൽ വെച്ച് അറസ്റ്റിലായി. ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവിനെ ആയിരുന്നു പൗലോസ് പ്രസംഗിച്ചത്. എന്നാൽ സുവിശേഷ വിരോധികൾ
പൗലോസിന് നേരെ അന്യായമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഫോൾസ് ചാർജസ്. പൗലോസ് റോമാ പൗരൻ ആയിരുന്നതുകൊണ്ട് തനിക്ക് ന്യായമായ ഒരു ട്രയൽ വേണം എന്ന് പറഞ്ഞു റോമൻ സീസറിനെ അഭയം ചൊല്ലി. അത് നിമിത്തം പൗലോസിനെ അവർ റോമിലേക്ക് അയച്ചു. റോമിൽ ചെന്ന പൗലോസ് വീട്ടുതടങ്കലിലായി. വേറൊരു റോമൻ ഗാർഡുമായിട്ട് ചങ്ങലയാൽ ബന്ധിതനായി ഒരു വീട്ടിൽ കഴിയുകയാണ്. പൗലോസിൻ്റെ സന്തത സഹചാരിയായിരുന്നു തിമോത്തിയോസ്. പൗലോസിനെ ശുശ്രൂഷിക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെയും നടത്തുവാനും തക്കവണ്ണം ഈ തിമോത്തിയോസ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പൗലോസ് വീട്ടുതടങ്കലിലായിരുന്നതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിന് വല്ലതും കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 28-ാം അധ്യായം 30-31 കാണുന്നത് പോലെ അനേകർ പൗലോസ് അപ്പോസ്തലൻ്റെ അടുക്കൽ വന്നു. ആ വീട്ടുതടങ്കലിൽ മറ്റൊരു പടയാളികളോട് ചേർത്ത് ബന്ധിതനായി കിടന്ന സമയത്ത് പോലും യേശു ക്രിസ്തുവിനെ പറ്റി ഘോരം പൗലോസ് അപ്പോസ്തലൻ അവിടെ പ്രസംഗിച്ചു. വളരെ ധൈര്യത്തോടെ, വിത്ത് ബോൾഡ്നെസ് he preached the risen Lord Jesus. അത്രമാത്രം സാഹസികതയാണ് പൗലോസ് അപ്പോസ്തലൻ കാണിച്ചത്. താൻ എന്തിനു വേണ്ടിയാണോ യെരുശലേമിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്, റോമിൽ വീട്ടുതടങ്കലിലായത്, ഇതൊന്നും തനിക്ക് മനസ്സിലാകുന്നില്ലാത്തതുപോലെ വീണ്ടും വീണ്ടും യേശു ക്രിസ്തുവിനെ പറ്റി അവിടെ കിടന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അനേകർ യേശു ക്രിസ്തുവിനെ കേൾക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. തിരുവെഴുത്തുകളെല്ലാം തെളിയിച്ചുകൊണ്ട് യേശു ക്രിസ്തു തന്നെ ദൈവം എന്ന് തെളിയിച്ചു കൊടുത്തു. മാനവജാതിക്ക് വേണ്ടി അവരുടെ പാപമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കുരിശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്, നിത്യജീവനുണ്ട്. ഇതെല്ലാം പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുകയായിരുന്നു. അവിടെ കിടന്നുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയത്. ഫിലിപ്പി ലേഖനം റോമിൽ വെച്ച് എഴുതിയതാണ്. നമുക്ക് വായിക്കാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മാനം തണക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. ഫിലിപ്പിയിലെ സഭ പൗലോസ് അപ്പോസ്തലനാണ് സ്ഥാപിച്ചത്. പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിൽ വെച്ച് അറസ്റ്റിലായതും റോമിൽ വീട്ടുതടങ്കലിലായതും ഒക്കെയും കേട്ടിട്ട് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് വളരെ വിഷമമുണ്ടായി. അവർ തങ്ങളുടെ ഇടയന് വേണ്ടി കാക്ഷിച്ചു, പ്രാർത്ഥിച്ചു. തങ്ങൾക്ക് പാസ്റ്ററൽ ഗൈഡൻസ് തരുവാൻ ഇനി ആരുമില്ലല്ലോ എന്നോർത്ത് അവർ വിഷമിച്ചു. അങ്ങനെയുള്ള അവരുടെ വിഷമം അതറിഞ്ഞിട്ടാണ് ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല
സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. തിമോത്തിയോസിനെ പറ്റി പറയുകയാണ്. പൗലോസ് അപ്പോസ്തലനെ ശുശ്രൂഷിക്കുവാൻ, സുവിശേഷ ഘോഷണത്തിൽ അദ്ദേഹത്തിനെ സഹായിക്കുവാൻ ഈ തിമോത്തിയോസ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ ഈ തിമോത്തിയോസ് പൗലോസിനെ ശുശ്രൂഷിച്ചു. അതുകൊണ്ട് ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഈ തിമോത്തിയോസിനെ അയക്കുകയാണ്. ഇവിടെയെല്ലാം പൗലോസ് അപ്പോസ്തലൻ ഭയങ്കര റിസ്ക് എടുക്കുകയാണ്. എന്തിനാണ് ഈ പൗലോസിനെ അറസ്റ്റ് ചെയ്തത്? സുവിശേഷം പ്രസംഗിച്ചതിനാണ്. ഇപ്പോഴിതാ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നു. സുവിശേഷവുമായി അനേകർ പൗലോസിൻ്റെ അടുക്കൽ വരുന്നു, അവരോട് സുവിശേഷം പറയുന്നു. ഇതെല്ലാം വളരെ റിസ്ക് എടുത്തുകൊണ്ടാണ്, എന്തും വരട്ടെ എന്നോർത്താണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നത്. ഇപ്പോഴിതാ തിമോത്തിയോസിനെ അയക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, റോമിൽ നിന്ന് ഈ തിമോത്തിയോസിനെ ടർക്കിയിലുള്ള ഫിലിപ്പിയിലേക്ക് അയക്കണമെങ്കിൽ എങ്ങനെയാണ്? അതിനുള്ള യാത്രാ സൗകര്യം, അതിനുള്ള ചിലവുകൾ, ഇതെല്ലാം പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുകയാണ്. അതെല്ലാം റിസ്ക് ചെയ്യുകയാണ്, സഹിക്കുകയാണ്. ആ പ്രയാസമെല്ലാം ഈ തിമോത്തിയും സഹിക്കുകയാണ്. ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകും എന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. ഫിലിപ്പിയരോട് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഞാനിപ്പോൾ തിമോത്തിയോസിനെ അയക്കാം, ഞാനും വേഗത്തിൽ നിങ്ങളുടെ അടുക്കൽ വരും. പക്ഷേ സംഭവിച്ചില്ല സഹോദരങ്ങളെ. പൗലോസ് അപ്പോസ്തലൻ റോമിൽ നീറോ ചക്രവർത്തിയാൽ ശിരച്ഛേദം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. 2 വർഷം വീട്ടുതടങ്കലിൽ കിടന്നുകൊണ്ട്, അവിടെ കിടന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പറഞ്ഞു. വീണ്ടും ഈ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യം എന്ന് എനിക്ക് തോന്നി. ഈ ഫിലിപ്പിയ സഭ പൗലോസിൻ്റെ ഹൗസ് അറസ്റ്റ് അറിഞ്ഞുകൊണ്ട് ഫിലിപ്പിയിൽ നിന്ന് എപ്പഫ്രോദിത്തോസ് എന്ന ഒരുവനെ ഈ പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ അയച്ചിരുന്നു. പൗലോസ് പറയുകയാണ്, അവനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കാം എന്ന്. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരുന്നു. അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ഈ എപ്പഫ്രോദിത്തോസ് ഫിലിപ്പിയിൽ നിന്ന് റോമിലേക്ക് പൗലോസ് അപ്പോസ്തലനെ ശുശ്രൂഷിക്കുവാൻ ഈ സഭ അയച്ചതാണ്. അവിടെ ചെന്നപ്പോൾ അവൻ്റെ യാത്ര കൊണ്ടാണോ എന്തുകൊണ്ടോ, ശുശ്രൂഷയുടെ കൂടുതൽ കൊണ്ടോ അവന് ദീനം പിടിച്ചു മരിപ്പാറായി. അതറിഞ്ഞിട്ട് ഫിലിപ്പിയിലെ ആൾക്കാർക്ക് അതിലും ദുഃഖം. പൗലോസിനെ ഓർത്ത് ദുഃഖം, എപ്പഫ്രോദിത്തോസിനെ ഓർത്ത് ദുഃഖം. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദുഃഖിക്കേണ്ട, ഞാൻ എപ്പഫ്രോദിത്തോസിനെയും നിങ്ങളുടെ അടുക്കലേക്ക് അയക്കാം. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറയുവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവീൻ. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്.
പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളമായി പോകുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. നമ്മെ അതിനു വേണ്ടിയാണ് ദൈവം ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. സത്യദൈവത്തെ അറിയാത്ത ജാതികളോട് എന്തിനാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത് എന്ന് പറയുവാൻ, എന്താണ് ദൈവം മനുഷ്യജാതിക്ക് വേണ്ടി ചെയ്തത് എന്ന് പറയുവാൻ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട് എന്ന് പറയുവാൻ. ഇതെല്ലാം വളരെ റിസ്ക് എടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇതൊന്നും ചെറിയ കാര്യമല്ല. വേദന സഹിക്കേണ്ടതാണ്, കുരിശ് ചുമക്കേണ്ടതാണ്. അതിന് ചിലവാകുന്നത് സമയമാണ്, ധനമാണ്, ആരോഗ്യമാണ്. മരണത്തോളം ആയിപ്പോകുവാൻ തക്കവണ്ണം ഈ എപ്പഫ്രോദിത്തോസ് അങ്ങനെ പൗലോസിനെ ശുശ്രൂഷിക്കുകയും സുവിശേഷവേലയിൽ സഹായിക്കുകയും ചെയ്തു. ഇതെല്ലാം നമുക്കൊരു പാഠമായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ആ എസ്തേറിനെ പോലെ, പൗലോസ് അപ്പോസ്തലനെ പോലെ, തിമോത്തിയോസിനെ പോലെ, എപ്പഫ്രോദിത്തോസിനെ പോലെ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നാം തയ്യാറാകുമോ? ദൈവത്തിൻ്റെ വാഴ്ച ഈ ഭൂമിയിൽ നടപ്പാകുവാൻ, അത് നിലനിൽക്കുവാൻ സാഹസികരായി യേശു ക്രിസ്തുവിൻ്റെ വേല നാം ചെയ്യുമോ? നമ്മുടെ ക്രൂശ് വഹിച്ചുകൊണ്ട് വേദനയോടെ ഒരു പടയാളിയെ പോലെ യേശു ക്രിസ്തുവിൻ്റെ വേല ചെയ്യുവാൻ നാം തയ്യാറാകുമോ? നാം ക്രൂശ് വഹിക്കുമ്പോൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നാം ജീവിക്കുമ്പോൾ നമ്മെ ആരും കൈക്കൊള്ളില്ല, ബഹുമാനിക്കില്ല. നാം ഫോർസേക്കൺ ആയിരിക്കും, ഡെസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും, ഡെസ്പൈസ്ഡ് ആയിരിക്കും. എന്നാൽ നമ്മെ കൈക്കൊള്ളുന്നവനൊരുവനുണ്ട്. നമുക്ക് പാടാം, ജീസസ് I my cross have taken, all to live and follow thee. Jesus, I my cross have taken, all to live and follow thee. Destitute, despised, forsaken, thou from hence my all shall be. Perish every fond ambition, all I've sought or hoped or known, yet how rich is my condition. God and heaven are still my own. Let the world despise and leave me. They have left my Savior too. Human hearts and looks deceive me. Thou art not like the man true. Oh, when thou dost smile upon me, God of wisdom, love and might, foes may hate and friends disown me. Show thy face and all is right. Men may trouble and distress me, 'twill but drive me to thy breast. Life with trials hard may press me, and will give me sweeter rest. Or is not in grief to have me,
while thy love is left to me. Oh, 'twere not in joy to charm me, if it is apart from thee.